നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് വിമാനത്തിന്റെ ചക്രത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഗാംബിയയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ വിമാനത്തിന്റെ വീൽ ബേയിലാണ് ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡിസംബർ 5-ന് ഗാംബിയയുടെ തലസ്ഥാനമായ ബെഞ്ചുളിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് ഈ സംഭവം. TUI എയർവേസിന്റെ ജെറ്റിൽ പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഗാംബിയൻ അധികൃതർ പറയുന്നത്. UK-യിലെ സസെക്സ് മെട്രോപൊളിറ്റൻ പോലീസിൽ നിന്ന് ഗാംബിയ സർക്കാരിന് ലഭിച്ച ഈ വിവരം അഗാധമായ ഞെട്ടലും സങ്കടവും ഉണ്ടാക്കിയെന്നും അവർ പ്രസ്താവനയിൽ പറയുന്നു. വിമാനത്തിന്റെ വീൽ ബേയ്ക്കുള്ളിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. മരിച്ചയാളെ തിരിച്ചറിയാനായിട്ടില്ലെന്നും UK-യിലെ സസെക്സ് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചതായി ഗാംബിയൻ സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. മരിച്ചയാളുടെ പേര്, വയസ്സ്, പൗരത്വം തുടങ്ങിയവ തെളിയിക്കുന്ന ഒരു രേഖകളും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനാൽ അത് ആരുടെ മൃതദേഹം ആണെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ലെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മരിച്ചത് ഗാംബിയൻ പൗരനാണോ അതോ ഗാംബിയ വഴി മറ്റൊരിടത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന വ്യക്തിയാണോ എന്നും വ്യക്തമല്ല. മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. DNA പരിശോധനയ്ക്കുള്ള നടപടികൾ ബ്രിട്ടീഷ് പോലീസും ഗാംബിയൻ അധികൃതരും സംയുക്തമായി തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ആരുടേതാണ് എന്ന് അറിയാനായി പരിശോധനകൾ നിലവിൽ പുരോഗമിക്കുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതിൽ വ്യക്തത വന്നേക്കും. അതേസമയം UK-യിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് അഞ്ജുവിന്റെയും 2 മക്കളുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തുന്നത് കാത്തിരിക്കുകയാണ് ഇവരുടെ കുടുംബം. അഞ്ജുവിന്റെ മാതാവിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയ സ്ഥലത്തോട് ചേർന്ന് തന്നെ ഇവരെയും സംസ്കരിക്കണമെന്നാണ് പിതാവ് അശോകന്റെ ആഗ്രഹം. പോലീസ് നടപടികൾ പൂർത്തിയായതിന് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. മൃതദേഹം നാട്ടിലെത്തിക്കാനായി നോർക്ക വഴി ശ്രമങ്ങൾ തുടരുന്നുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള സാമ്പത്തിക ചെലവ് ഇന്ത്യൻ എംബസിയും നോർക്കയും മലയാളി അസോസിയേഷനും ചേർന്ന് വഹിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യൻ എംബസിക്കും നോർക്കയ്ക്കും സാമ്പത്തികം മുടക്കുന്നതിൽ സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടാൽ മലയാളി അസോസിയേഷനുകൾ സ്വന്തം നിലയ്ക്ക് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള ആലോചനയും സജീവമാണ്. മൂവരുടെയും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൈ ഉപയോഗിച്ചോ തുണി കൊണ്ടോ ശക്തമായി കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചുമാണ് മരണകാരണമെന്നാണ് പോലീസ് സ്ഥിരീകരണം. ബ്രിട്ടനിലെ കെറ്ററിംഗിൽ 15-ന് രാത്രിയാണ് അഞ്ജുവിനെയും മക്കളായ ജീവ, ജാൻവി എന്നിവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഇരിട്ടി പടിയൂർ സ്വദേശി 52 വയസ്സുകാരനായ സാജുവിനെ നോർത്താംപ്ടൺഷെയർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.